നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. അടിപൊളി രുചിയുടെ ഒരു പരിപ്പ് കറി നമുക്ക് തയ്യാറാക്കാം. ഇതിനായി 3/4 ഗ്ലാസ് തൂരപ്പരിപ്പ് വേവിച്ച് വെക്കുക. കുക്കറിൽ വേവിച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വേവിക്കണം. ഒരു തക്കാളി, അതുപോലെ തന്നെ 5 6 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞും ചതച്ചും വയ്ക്കുക. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഏകദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി തിളച്ചു വരട്ടെ. വെളിച്ചെണ്ണ തിളച്ചു കഴിഞ്ഞാൽ തീ സിമ്മിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തീ സിമ്മിൽ തന്നെ ഇരുന്നാൽ മതി. തക്കാളിയിൽ എല്ലായിടത്തും വെളിച്ചെണ്ണ ആകുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. മതി. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഉള്ളി ചേർക്കുക. ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേപ്പില ചേർക്കാം. 3 തണ്ട് വേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. വേപ്പില മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും തീ സിമ്മിൽ തന്നെ മതി. ഇപ്പോൾ തക്കാളിയുടെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ചതച്ചെടുത്ത മുളക് പൊടി, അതായത് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും നന്നായി ഇളക്കി ചേർക്കുക. ഇളക്കിയത് ഇത്ര മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായി ഇളക്കി ചേർക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം. 3/4 ഗ്ലാസ് പരിപ്പ് 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാറ് ഉണ്ടായിരിക്കും. പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയത്തിലേക്ക് ആക്കി മാറ്റണം. നന്നായി ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഉപ്പ് പോരായ്മയുണ്ടോ എന്ന് കറി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കറി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കറി ഇപ്പോൾ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചെറിയ പുളിയോടെ, അതായത് തക്കാളിയുടെ പുളിയോടെ നമുക്ക് പരിപ്പ് കറി ഇതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ്. ചോറിനൊപ്പം ഇത് കഴിക്കാൻ മറ്റൊരു കറി കൂടി വേണ്ട. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.